മുംബൈയിൽ നിന്നും കണ്ടെത്തിയ മലപ്പുറം താനൂരിലെ പെൺകുട്ടികളെ ഇന്ന് ഉച്ചയോടെ നാട്ടിലെത്തിക്കും. പെൺകുട്ടികളുമായി കേരള പോലീസ് മുംബൈയിൽ നിന്ന് യാത്ര തിരിച്ചു. നാട്ടിലെത്തിച്ച ഉടൻ ഇവരെ കോടതിയിൽ ഹാജരാക്കും. തുടർന്നായിരിക്കും കുട്ടികളെ രക്ഷിതാക്കൾക്കൊപ്പം വിടുക. കുട്ടികളുമായി ട്രെയിനിൽ സഞ്ചരിച്ച യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിവരങ്ങളുമായി രഞ്ജിൽ രാജ് ചേരുന്നു. രഞ്ജിൽ, ഇന്നിപ്പോൾ ഉച്ചയോടെ ഇവർ നാട്ടിൽ തിരിച്ചെത്തും, അതിനുശേഷം കോടതിയിൽ ഹാജരാക്കും. എന്തൊക്കെയാണ് അതിനെ തുടർന്നുള്ള അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾ? അതോടൊപ്പം യുവാവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. യുവാവിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിച്ചോ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക്? കാളിദാസ്, ഇന്ന് ഉച്ചയോടെ കൂടി തന്നെ വിദ്യാർത്ഥിനികളെ നാട്ടിലെത്തിക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഇന്നലെ തന്നെ കേരള പോലീസ് മുംബൈയിൽ എത്തിയിരുന്നു. ഇന്നലെ തന്നെ അവർ ട്രെയിൻ മാർഗം അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഉച്ചയോട് കൂടിയിട്ടായിരിക്കും അവർ താനൂരിലെത്തുക. തുടർന്ന് വിദ്യാർത്ഥിനികളെ കോടതിയിൽ ഹാജരാക്കിയ ശേഷമായിരിക്കും മാതാപിതാക്കൾക്കൊപ്പം വിട്ടയക്കുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകുക. കാരണം ഇവർ രണ്ടുപേരും 10ാം ക്ലാസ് വിദ്യാർത്ഥികളാണ്, +2 വിദ്യാർത്ഥികളാണ്. നമുക്കറിയാം, മൈനർ വിദ്യാർത്ഥികളാണ്. അതുകൊണ്ട് തന്നെ ഒരു കൗൺസിലിംഗ് ഒക്കെ നൽകേണ്ട കാര്യത്തെക്കുറിച്ചൊക്കെ തീരുമാനം അതിന് ശേഷമായിരിക്കും വിദ്യാർത്ഥികളെ രക്ഷിതാക്കൾക്കൊപ്പം വിട്ടയക്കുക. തുടർന്ന് ഒരു ഉച്ചയോടുകൂടി എത്തുന്ന വിദ്യാർത്ഥികളെ ആദ്യം കോടതിയിൽ ഹാജരാക്കിയ ശേഷം ആ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി രക്ഷിതാക്കൾക്കൊപ്പം വിട്ടയക്കും. അതുപോലെ തന്നെ രക്ഷിതാക്കൾക്കും ഒരു ബോധവൽക്കരണം നൽകുമെന്ന കാര്യത്തിൽ ഒരു കാര്യത്തിൽ പോലീസ് തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. അതായത് ഈ വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ പോയതിൽ അവരുടെ പ്രതികരണം എങ്ങനെയായിരിക്കുമെന്ന കാര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് ചെറിയ ഭയമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വീട്ടുകാർക്കും അത്തരത്തിലുള്ള ചെറിയൊരു ബോധവൽക്കരണം നൽകണമെന്ന് പോലീസ് പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഒരു വിദ്യാർത്ഥികളുടെ ഒപ്പം പോയ യുവാവ് റഹീം അസ്ലം എന്ന യുവാവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇന്നലെ തന്നെ മലപ്പുറം SP ഈ ഒരു യുവാവിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതായത് ഈ പെൺകുട്ടികളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് യുവാവിന് എന്തെങ്കിലും ബന്ധമുണ്ടോ, യുവാവിന് ഇതിൽ സഹായിച്ചിട്ടുണ്ടോ എന്ന തരത്തിലൊക്കെ അന്വേഷണം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ യുവാവിനെ കസ്റ്റഡിയിൽ എടുക്കുമെന്നൊക്കെ ഇന്നലെ തന്നെ അറിയിച്ചിരുന്നു. ആ ഒരു കാര്യത്തിൽ ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്. യുവാവിനെ ഇന്ന് രാവിലെ മുംബൈയിൽ നിന്നുമുള്ള തിരിച്ചു വരുന്ന യാത്രാമധ്യേ എയർപോർട്ടിൽ നിന്നും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇനി യുവാവിനെ കൂടുതൽ ചോദ്യം ചെയ്തതിനു ശേഷമായിരിക്കും ഇതിലുള്ള പങ്കെല്ലാം പുറത്തു വരിക. എന്തായാലും ഇപ്പോൾ നിലവിൽ വിദ്യാർത്ഥികളുമായി കേരള പോലീസ് പുറപ്പെട്ടിട്ടുണ്ട്. അവരെ ഉച്ചയോടുകൂടി എത്തും. എത്തിയതിനു ശേഷം ബാക്കി നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കും. പിന്നെ എന്തുകൊണ്ടാണ് ഇവർ രണ്ടുപേരും നാടുവിട്ട് പോയത്, എന്തായിരുന്നു ഇതിന് പിന്നിലെ കാരണം, അതായത് വീട്ടുകാർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന കാര്യത്തിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. അതെല്ലാം ഉച്ചയോടുകൂടി തന്നെയായിരിക്കും പുറത്തു വരിക. അതുപോലെ തന്നെ യുവാവിന്റെ പങ്ക്, യുവാവ് ആരാണ്, ഈ വിദ്യാർത്ഥികളുമായുള്ള ബന്ധം, അതുപോലെ തന്നെ ഈ ഒരു യാത്രയിൽ ഇയാൾക്ക് പങ്കുണ്ടോ അല്ലെങ്കിൽ വെറും സഹായമാണോ ചെയ്തതെന്ന് എന്ന കാര്യത്തിലൊക്കെ ഇനി ചോദ്യം ചെയ്യലിലായിരിക്കും പുറത്തു വരിക. കാളിദാസ്.